ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ഷാമിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ആശംസകൾ. ഇന്ന് ഞാനിത്തിരി പായസം ഉണ്ടാക്കുവാണ്. സെക്കൻഡ് പാൽ വരെ ആയിട്ടുണ്ട്. 1/4 കിലോ ഗോതമ്പ് നുറുക്ക് പായസമാണ് കേട്ടോ ഇത്. വേവിച്ച് സെക്കൻഡ് പാൽ വരെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം, ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മധുരം അനുസരിച്ച് ചെയ്യാം. ഇപ്പോഴത്തെ ശർക്കരയൊന്നും കളറില്ലാത്ത ശർക്കരയാണ്, വെളുത്ത ശർക്കര ആയതുകൊണ്ട് പായസമൊന്നും ശരിയാവില്ല. പായസത്തിന് എപ്പോഴും കറുത്ത ശർക്കരയാണ് നല്ലത്. അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ. ശർക്കര ഒന്നെല്ലാം പിടിച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കശുവണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. വിഷയമായതുകൊണ്ട് എല്ലാം അലങ്കോലായി കിടക്കുകയാണ്. ഒന്നും ഒതുക്കിപ്പരത്തിയിട്ടില്ല. ഇതിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞാൽ ഒതുക്കലും വിറക്കലും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ കഴിച്ചല്ലേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിനാണ് കൂട്ടണ്ടാന്ന് വിചാരിച്ച അടുക്കളയിലേക്ക്. അതിനുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യണത്. ഹെൽപ്പ് ചെയ്യും. ഫോണൊക്കെ വെച്ച് തരും, എനിക്ക് ക്യാമറയൊക്കെ ശരിയാക്കി തരും. കിച്ചൻ്റെ പരിപാടിയൊന്നും അറിയില്ല. ഇപ്പം ഇതൊന്ന് തിളച്ചോട്ടെ നല്ലോണം. ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരി പിടിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും പോയി. മുന്തിരി ഇട്ട് കൊടുക്കും. മുന്തിരി ഒന്ന് റെഡിയായി വരട്ടെ. റെഡി ആയിട്ടുണ്ട്. മുന്തിരി കശുവണ്ടി പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്ക് ഓഫ് ചെയ്യുകയാണ് സ്റ്റൗവിൻ്റെ. ഈ പായസത്തിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക്
മധുരം എങ്ങനെയാണെന്ന് നോക്കട്ടെ. സ്റ്റൗ ഇത്തിരി തീ കൂട്ടി വയ്ക്കുവാണേ. ഒന്ന് കുറുകണം. എന്നിട്ട് വേണം ഫസ്റ്റ് പാൽ ഒഴിക്കാനായിട്ട്. കാക്കില് ഗോതമ്പ് മുറുക്കി എടുത്തിട്ടുള്ളൂ. കഴിക്കാൻ ആരുമില്ല ഇവിടെ, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇത്തിരി വെള്ളം വറ്റിക്കോട്ടെ. അപ്പോൾ വിഷുവായിട്ട് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്ന് പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. ഫസ്റ്റ് പാല് ചേർക്കുമ്പോഴേക്കും ആ മധുരം കുറഞ്ഞു പോകും. ഇതൊന്ന് പറ്റിക്കോട്ടെ. കുറച്ചും കൂടി പറ്റാനുണ്ട് കേട്ടോ. വെട്ടിയിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാല് മതി. കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, കുറുകിക്കോളും. അപ്പോൾ ഇതിന് സത്തെല്ലാം അതിനകത്തിരിക്കുകയാണ്. അത് തൂത്ത് ഇടാം. ഇനി ഇത് തിളയ്ക്കരുത് കേട്ടോ. അതിന് ചൂടാകാനേ പാടുള്ളൂ. തീ കുറച്ചിട്ടേക്കുവാണ്. അപ്പം ഇനി ഏലക്കാപ്പൊടിയും ജീരകവും കൂടി പൊടിച്ചതുണ്ട്, അതിട്ട് കൊടുക്കുവാണ് അതിലേക്ക്. കുറച്ചധികം ഇരുന്നോട്ടെ, നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഞാനൊരു ട്രിക്ക്, ഒരു 2 പഴം ഞാൻ അടിച്ച് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. പഴം ചേർക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചോളൂ. ഒരിത്തിരി മതി. നെയ്യ് വറയിൽ കിടപ്പുണ്ട്, കശുവണ്ടി പരിപ്പിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്
ചൂടായിട്ടുണ്ട് കേട്ടോ. ഏലക്കായും എല്ലാം ഇട്ട് ടേസ്റ്റ് നല്ല മണവും വരുന്നുണ്ട് പായസത്തിൻ്റെ. ഇപ്പം തിളയ്ക്കൊന്നും വേണ്ട. ഇനി കശുവണ്ടിപ്പരിപ്പും തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. ഈ കശുവണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് കൊടുക്കാം. എൻ്റെ വിഷുവിൻ്റെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ, ടാറ്റാ.